ഒറ്റപ്പെടലും സങ്കടവും ഭയവും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്ത അവസ്ഥയും നിങ്ങളെ ഇന്ന് അസ്വസ്ഥയാക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കാൻ ഈ ദൈവവചന വിചിന്തന ധ്യാനം നിങ്ങളെ ക്ഷണിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 24 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ തിരിച്ചറിയാനും പ്രത്യാശയോടെ ദൈവത്തിലേക്ക് തിരിയാനും അല്പം സമയമെടുത്ത് നമുക്ക് ഈ വചനം ധ്യാനിക്കാം. യേശയ്യാ 24 മുതൽ 26 വരെയുള്ള അധ്യായ ഭാഗങ്ങളുടെ വിചിന്തനം. ഈ ലോകത്തിൻ്റെ തകർച്ചയെയും ദൈവത്തിൻ്റെ അന്തിമ വിജയത്തെയുമാണ് ഈ പ്രാരംഭ അധ്യായങ്ങളിൽ പ്രവാചകൻ നമുക്ക് മുൻപിൽ തുറന്നു കാണിക്കുന്നത്. പാപം നിമിത്തം ഭൂമി മുഴുവൻ നശിച്ചു പോകുമെന്നും എന്നാൽ വിശ്വസ്തരായ ദൈവജനം അവിടുത്തെ മഹത്വപ്പെടുത്തുമെന്നും വചനം വ്യക്തമാക്കുന്നു. സങ്കടങ്ങളുടെ നടുവിലും കർത്താവ് നമുക്ക് കോട്ടയും അഭയകേന്ദ്രവുമായി മാറുന്ന അനുഭവമാണ് ഇവിടെ നാം കാണുന്നത്. മരണത്തെ കർത്താവ് എന്നേക്കുമായി തുടച്ചു നീക്കുമെന്ന വലിയ പ്രത്യാശ ഈ വരികളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈശോയിൽ വിശ്വസിക്കുന്ന ഏവർക്കും വരാനിരിക്കുന്ന വലിയ ആനന്ദത്തിൻ്റെ വിരുന്നിനെ പറ്റിയുള്ള സൂചനയും ഈ അധ്യായങ്ങൾ നൽകുന്നുണ്ട്. കർത്താവിൽ സദാ ആശ്രയിക്കുന്ന ഏവർക്കും അവിടുന്ന് നൽകുന്ന ശാശ്വതമായ സമാധാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിക്കുന്നു. യേശയ്യാ 27 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ദൈവം തൻ്റെ മുന്തിരിത്തോട്ടത്തെ കാത്തു പരിപാലിക്കുന്നത് പോലെ നമ്മെ ഓരോരുത്തരെയും, നിങ്ങളെയും എന്നെയും ഒത്തിരി സ്നേഹത്തോടെ വഴി നടത്തുന്ന വചനഭാഗമാണിത്. ശത്രുക്കളുടെ മുൻപിൽ ഇസ്രായേലിനെ കർത്താവ് വീണ്ടെടുക്കുമെന്നും അവിടുത്തെ ജനത്തെ ഒന്നിച്ചു കൂട്ടുമെന്നും പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. അതേസമയം ഹൃദയമില്ലാതെ വെറും അധരങ്ങൾ കൊണ്ട് മാത്രം ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥയെ വചനം കഠിനമായി കുറ്റപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥ ആത്മീയത ചടങ്ങുകളിൽ അല്ല, മറിച്ച് ദൈവത്തോടുള്ള ആത്മാർത്ഥമായ സമർപ്പണത്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ ജ്ഞാനവും തന്ത്രങ്ങളും ദൈവഹിതത്തിനു മുൻപിൽ ഒന്നുമല്ലെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. അന്ധരും ബധിരരും ദൈവത്തിന്റെ വചനം കേട്ട് സന്തോഷിക്കുന്ന ആത്മീയ നവീകരണത്തിന്റെ നാളുകളെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടാണ് ഈ അധ്യായങ്ങൾ പൂർത്തിയാകുന്നത്. യേശയ്യാ 30 മുതൽ 32 വരെ. മനുഷ്യന്റെ തന്ത്രങ്ങളിലും അന്യശക്തികളിലും ആശ്രയിക്കുന്നതിൻ്റെ പോഷത്വത്തെയും ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകതയെയും ഈ അധ്യായങ്ങൾ എടുത്തു പറയുന്നു. ഈജിപ്തിൻ്റെ സഹായം തേടി പോകുന്ന ഇസ്രായേലിൻ്റെ അവിശ്വാസത്തെ ദൈവം തിരുത്തുകയും കർത്താവിലുള്ള നിശബ്ദമായ ആശ്രയത്തിലാണ് രക്ഷയെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പശ്ചാത്തപിക്കുന്ന ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കുമെന്നും അവരുടെ മുറിവുകൾ വെച്ചുകിട്ടുമെന്നും വചനം ഉറപ്പു നൽകുന്നു. നീതിയോടെ ഭരിക്കുന്ന ഒരു രാജാവിനെക്കുറിച്ചും അവിടുത്തെ ഭരണത്തിൽ ജനത്തിന് ലഭിക്കുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ചും പ്രവാചകൻ പ്രതിപാദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഉന്നതത്തിൽ നിന്ന് നമ്മിലേക്ക് ചൊരിയപ്പെടുമ്പോൾ മരുഭൂമി പോലും ഫലഭൂയിഷ്ടമായ തോട്ടമായി മാറുമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ആത്മീയമായ ഉണർവും ശാന്തിയും കർത്താവിൽ നിന്ന് മാത്രമേ ലഭിക്കൂ എന്ന് ഈ ഭാഗം അടിവരയിടുന്നു. യേശയ്യാ 33 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. നീതിമാനായ ദൈവത്തിൻ്റെ വിധി തീർപ്പുകളെയും അവിടുത്തെ ജനത്തിന് ലഭിക്കുന്ന മഹത്തായ രക്ഷയെയും കുറിച്ചാണ് ഈ അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നത്. സിയോൻ കോട്ടയെ ദൈവം സംരക്ഷിക്കുമെന്നും അവിടുത്തെ വിശുദ്ധ നഗരത്തിൽ വസിക്കുന്നവർക്ക് രോഗങ്ങളോ സങ്കടങ്ങളോ ഉണ്ടാകില്ലെന്നും വചനം ഉറപ്പു നൽകുന്നു. കർത്താവിൻ്റെ പ്രതികാരത്തിൻ്റെ നാളുകളിൽ അവിശ്വാസികൾ നശിച്ചു പോകുമെങ്കിലും വിശ്വസ്തർക്കായി ഒരു വിശുദ്ധ വഴി ഒരുക്കപ്പെടും. മരുഭൂമി പുഷ്പിക്കുമെന്നും അന്ധർ കാഴ്ച പ്രാപിക്കുമെന്നും മൂകർ ആനന്ദഗീതം ആലപിക്കും എന്നുമുള്ള മനോഹരമായ പ്രവചനം ഈ ഭാഗത്തുണ്ട്. കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ സിയോനിലേക്ക് സന്തോഷത്തോടെ മടങ്ങി വരുന്ന ദൃശ്യത്തോടെ ഈ ഭാഗം അവസാനിക്കുന്നു. ദുഃഖവും നെടുവീർപ്പും മാറിപ്പോകുന്ന ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് ഈ വചനങ്ങൾ നമ്മെ നയിക്കുന്നു. യേശയ്യാ 36 മുതൽ 39 വരെ. ഹെസക്കിയ രാജാവിൻ്റെ ഭരണകാലത്തുണ്ടായ അസീറിയൻ അധിനിവേശവും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുമാണ് ഈ അധ്യായങ്ങളുടെ ഉള്ളടക്കം. ശത്രുക്കളുടെ ഭീഷണിക്ക് മുൻപിൽ തളരാതെ
ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച രാജാവിൻ്റെ വലിയ വിശ്വാസം ഇവിടെ പ്രകടമാകുന്നുണ്ട്. പ്രവാചകനായ ഏശയ്യായിലൂടെ ദൈവം നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അസീറിയൻ സൈന്യത്തെ കർത്താവിൻ്റെ ദൂതൻ നശിപ്പിക്കുന്നു. പിന്നീട് ഹെസക്കിയായിക്ക് ഉണ്ടായ മാരകമായ രോഗത്തിൽ നിന്നും കണ്ണീരോടെയുള്ള പ്രാർത്ഥനയാൽ 15 വർഷത്തെ ആയുസ് ദൈവം നീട്ടി നൽകുന്നു. എന്നാൽ ബാബിലോൺ ദൂതന്മാരുടെ മുൻപിൽ തൻ്റെ സമ്പത്ത് മുഴുവൻ കാണിച്ച രാജാവിൻ്റെ അഹങ്കാരത്തെ ദൈവം തിരുത്തുന്നുണ്ട്. മനുഷ്യൻ്റെ ആയുസ്സും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് ഈ ചരിത്ര സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. യേശയ്യ 40 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുവീൻ എന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ സന്തോഷത്തോടെയാണ് ഈ പ്രത്യാശയുടെ അധ്യായങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്ന വഴികൾ ഒരുക്കാനുള്ള ആഹ്വാനം പുതിയ നിയമത്തിൻ്റെ പ്രഘോഷണത്തിന് വഴിയൊരുക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെയും മനുഷ്യൻ്റെ ബലഹീനതയെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ പരമാധികാരം പ്രവാചകൻ വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നും അവർ തളർന്നു പോകില്ലെന്നും വചനം ഉറപ്പു നൽകുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തദാസനെക്കുറിച്ചുള്ള പ്രവചനത്തിലൂടെ ലോകത്തിന് നീതിയും വെളിച്ചവും നൽകുന്ന രക്ഷകനെ വചനം ഇവിടെ മുൻകൂട്ടി അവതരിപ്പിക്കുന്നു. തകർന്ന ഉണക്കമുള ഒടിക്കാത്ത പുകയുന്ന തിരികെടുത്താത്ത കർത്താവിൻ്റെ ആർദ്രത ഈ അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. യേശയ്യ 43 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ് എന്ന പരമമായ സ്നേഹത്തിൻ്റെ ഉറപ്പാണ് ഈ ഭാഗം നമുക്ക് നൽകുന്നത്. നിങ്ങൾക്കും എനിക്കും നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു നല്ല ദൈവം, ഒരു നല്ല അപ്പൻ നമ്മൾക്ക് സ്വന്തമാണ്. ഇസ്രായേലിൻ്റെ ഏക രക്ഷകനും വിമോചകനും കർത്താവ് മാത്രമാണെന്നും അവിടുന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്നും വചനം പ്രഖ്യാപിക്കുന്നു. വിഗ്രഹങ്ങളുടെ അർത്ഥമില്ലായ്മയെയും അവയെ ആരാധിക്കുന്നവരുടെ ഭോഷത്വത്തെയും പ്രവാചകൻ പരിഹസിച്ച് തള്ളുന്നു. ഇസ്രായേലിനെ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കോറേഷ് രാജാവിനെ ദൈവം തൻ്റെ അഭിഷിക്തനായി തിരഞ്ഞെടുക്കുന്ന അത്ഭുതകരമായ കാഴ്ചയും ഇവിടെ കാണാം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും നാഥനുമായ ദൈവം മനുഷ്യ ചരിത്രത്തെ തൻ്റെ ഹിതമനുസരിച്ച് നിയന്ത്രിക്കുന്നുവെന്ന് ഈ അധ്യായങ്ങൾ തെളിയിക്കുന്നു. അവിടുത്തെ മുൻപിൽ എല്ലാ മുട്ടുകളും മടങ്ങുമെന്നും എല്ലാ നാവുകളും അവിടുത്തെ മഹത്വപ്പെടുത്തുമെന്നും വചനം സാക്ഷ്യപ്പെടുത്തുന്നു. യേശയ്യ 46 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ബാബിലോണിൻ്റെ വിഗ്രഹങ്ങളുടെ പതനത്തെയും ദൈവത്തിൻ്റെ ശാശ്വതമായ വിശ്വസ്തതയെയും കുറിച്ചാണ് ഈ അവസാന അധ്യായങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യൻ ചുമക്കേണ്ടി വരുന്ന അചേതനമായ വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗർഭപാത്രം മുതൽ നമ്മെ ചുമക്കുന്ന ജീവനുള്ള ദൈവത്തെ വചനം അവതരിപ്പിക്കുന്നു. ബാബിലോൺ നഗരത്തിൻ്റെ നാശത്തെയും അതിൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയെയും പ്രവാചകൻ കൃത്യമായി മുൻകൂട്ടി പ്രവചിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ കഠിന ഹൃദയത്തെയും അവിശ്വാസത്തെയും ദൈവം തിരുത്തുന്നുണ്ടെങ്കിലും തൻ്റെ നാമത്തെ പ്രതി അവിടുന്ന് അവരെ പൂർണ്ണമായി കൈവിടുന്നില്ല. ബാബിലോണിൽ നിന്ന് സന്തോഷത്തോടെ പുറത്തു കിടക്കാനും കർത്താവ് തൻ്റെ ദാസനെ വീണ്ടെടുത്തുവെന്ന് പ്രഘോഷിക്കാനും വചനം ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം ഉപസംഹരിക്കുന്നു. പ്രിയ ദൈവജനമേ, ഈ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ ആഴമായ ആത്മീയ തൃഷ്ണയെയും ദൈവത്തിനായുള്ള ദാഹത്തെയുമാണ് നാം തിരിച്ചറിയുന്നത്. ലൗകികമായ ആശ്വാസങ്ങളും ഭൗതികമായ നേട്ടങ്ങളും താൽക്കാലികമായ വഴിതിരിച്ചുവിടലുകൾ മാത്രമാണെന്ന് വചനം വ്യക്തമാക്കുന്നു. സഭയുടെ പരിശുദ്ധപിതാക്കന്മാരുടെ പഠനമനുസരിച്ച് ദൈവത്തിൽ വിശ്രമിക്കുന്നതുവരെ മനുഷ്യൻ്റെ ഹൃദയം അസ്വസ്ഥമായി തുടരുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിന് മാത്രമേ ആത്മാവിൻ്റെ ശൂന്യതയെ മാറ്റി ശാശ്വതമായ സമാധാനവും സംതൃപ്തിയും നൽകുവാൻ സാധിക്കുകയുള്ളൂ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവാസത്തെയും കർത്താവിൻ്റെ ദാസന്റെ കഷ്ടപ്പാടുകളെയും കുറിച്ചുള്ള കഠിനമായ ഭാഗങ്ങളെ ആദിമസഭ വളരെ ആഴത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈ കഠിന വചനങ്ങളെ വെറുമൊരു ചരിത്ര സംഭവമായി കാണാതെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പ്രാവചനിക വെളിച്ചത്തിലാണ് അവർ മനസ്സിലാക്കിയത്. ശത്രുക്കളുടെ മുൻപിലുള്ള ഇസ്രായേലിൻ്റെ തകർച്ച
യഥാർത്ഥത്തിൽ പാപത്തിന്മേലുള്ള ഈശോയുടെ അന്തിമ വിജയത്തിന്റെ മുന്നോടിയായിരുന്നുവെന്ന് ആദിമ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചു. വചനത്തിന്റെ ആത്മീയാർത്ഥം ഗ്രഹിക്കാൻ ക്രിസ്തു കേന്ദ്രീകൃതമായ വായന അത്യാവശ്യമാണെന്ന് അവർ നമ്മെ പഠിപ്പിക്കുന്നു. യേശയ്യാ പ്രവാചകൻ പ്രഘോഷിക്കുന്ന ആത്മീയ ശുദ്ധീകരണവും ദൈവത്തോടുള്ള അനുരഞ്ജനവും കൂദാശകളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. കുമ്പസാരം, അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരണം നമ്മുടെ ആത്മീയ കറകളെ കഴുകിക്കളഞ്ഞ് ദൈവവുമായി അനുരഞ്ജനത്തിൻ്റെ കൂദാശയായ ദൈവവുമായി നമ്മെ ചേർത്ത് വയ്ക്കുന്ന, ഒട്ടിപ്പിക്കുന്ന കുമ്പസാരത്തിലേക്ക് ഈ വചനഭാഗങ്ങൾ നമ്മെ ക്ഷണിക്കുന്നു. മരുഭൂമിയിൽ ജീവന്റെ നീരുറവ നൽകുന്ന കർത്താവ് പരിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ സ്വന്തം ശരീരവും രക്തവുമാണ് നമുക്ക് ആത്മീയ പോഷണമായി നൽകുന്നത്. ഈ അൾത്താരയിലേക്ക് പൂർണ്ണമായ ഒരുക്കത്തോടെയും ഭക്തിയോടെയും അടുക്കുവാൻ വചനപാരായണം നമ്മെ കൃപയാൽ നിറയ്ക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾക്കും പ്രവാസങ്ങൾക്കും അപ്പുറം വരാനിരിക്കുന്ന അന്തിമവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ നിത്യ രാജ്യത്വത്തെക്കുറിച്ചുമുള്ള ബോധ്യം ഈ വചനങ്ങൾ നൽകുന്നുണ്ട്. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ആ അവസാന നാളിൽ നാം അവിടുത്തെ മുഖാമുഖം ദർശിക്കുന്ന സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. ഇഹലോക ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്നവർക്ക് മാത്രം ലഭിക്കുന്ന നിത്യജീവന്റെ മനോഹരമായ വാഗ്ദാനമാണ് യേശയ്യാ പ്രവാചകൻ നമുക്ക് മുൻപിൽ ഇന്നേ ദിവസം വയ്ക്കുന്നത്. പ്രത്യാശയോടെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കർത്താവിൻ്റെ മഹത്വപൂർണമായ വരവിനായി നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹവും സമാധാനവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കത്തോലിക്ക സഭയുടെ POC ബൈബിൾ പതിപ്പിൽ നിന്ന് യേശയ്യാ പ്രവാചകന്റെ ഈ വചനഭാഗങ്ങൾ നേരിട്ട് വായിക്കാനും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ തന്നെ. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം.